ഞങ്ങളെന്ന് വിചാരിക്കുന്ന ആദ്യം കുറെ ഇതുണ്ടല്ലോ, വേസ്റ്റ് കിടപ്പുണ്ടല്ലോ, ആ വേസ്റ്റ് ഞങ്ങൾ വാരി പുറത്താക്കാം. ഇപ്പം റോബോട്ടിക് വരുവാണെങ്കിൽ അതിന്റെയും കൂടെ സഹായത്തോടു കൂടി ഞങ്ങൾ മാറ്റിയിട്ട് ആക്സസ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇത് കണ്ടിട്ട് ഇന്നലെ രാത്രി വന്ന് കണ്ടിരുന്നു. ഇപ്പൊ രാവിലെ ഞാനൊന്ന് പോയി സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. സെർച്ച് ചെയ്ത് വെച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ അവിടെ ബോഡി ഒരുപാട് ദൂരം പോയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു വ്യൂ പോയിന്റ് ആണ്, എനിക്കറിയില്ല. എന്റെ ഒരു അസസ്മെന്റ് ഇതാണ്. ഇപ്പം ബോഡി അധികം ദൂരം പോയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ കുറച്ച് ആക്സസ് എടുത്തിട്ട് ഈ വേസ്റ്റ് ഒക്കെ മാറ്റിയിട്ട് നമ്മൾ ആക്സസ് ഉണ്ടാക്കി കുറച്ച് മുന്നോട്ട് പോവുക, ഡീപ് ഡൈവേഴ്സിനെ ഇറക്കി ഒന്ന് നോക്കാം എന്നാണ് ഇപ്പൊ വിചാരിക്കുന്നത്. ടണലിനുള്ളിൽ തന്നെ ഇവിടെ നീ ടണലിനുള്ളിൽ തന്നെ ഇറങ്ങി ആ മാലിന്യം നീക്കം ചെയ്ത് അതിനുള്ളിലേക്ക് കടക്കുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതെ, ഇപ്പോഴത്തേന് അതാണ് ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാല് ഇത്രയും വേസ്റ്റ് ഉള്ളതുകൊണ്ട് ബോഡി പോവാൻ ചാൻസ് കുറവാണെന്നാണ് എന്റെ ഒരു നിഗമനം. അത് വെച്ചിട്ട് ഇപ്പം നമ്മൾ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. ഞങ്ങളിപ്പോ 30 പേര് വന്നിട്ടുണ്ട് സാർ മൊത്തം ടോട്ടൽ. ടണലിലേക്ക് ജോയിന്റ് ഓപ്പറേഷൻ ആണ് പ്ലാൻ ചെയ്യുന്നത്, ഒറ്റയ്ക്കല്ല. ജോയിന്റ് ഓപ്പറേഷൻ. ഇപ്പം നമ്മുടെ സ്റ്റാർട്ടപ്പ് ഉണ്ടായിരുന്നില്ലേ, അവർ വരുവാണെങ്കിൽ അവരെയും കൂടെ ചേർത്തിട്ട് വേസ്റ്റ് നീക്കുക എന്നുള്ളതാണ് വലിയ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. അതൊന്ന് നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സുഗമമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ടണലിലേക്ക് ഹ്യൂമൻ ഇറങ്ങുന്നത് ശ്രമകരമായിരിക്കില്ല, കാരണം സ്കൂബ സംഘം ഇറങ്ങിയിട്ട് ഏതാണ് 40 മീറ്റർ മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ സാധിച്ചത്. ഈ ടണലിനകത്തേക്ക് പക്ഷെ അവർക്ക് അത്ര കണ്ട് അങ്ങ് ഉള്ളിലോട്ട് പോകാൻ വേണ്ടി പറ്റിയില്ല. കുറച്ചുകൂടെ എക്സ്പീരിയൻസ്ഡ് ആയിരിക്കും, പ്രാക്ടീസ്ഡ് ആയിരിക്കും. അപ്പം ശ്രമകരം എന്ന് പറഞ്ഞാൽ ടഫാണ് നമുക്ക്. അതാ ഞാൻ ഈ ആക്സസ് ഉണ്ടാക്കിയിട്ട് നമ്മൾ പോകാൻ പറ്റുന്ന അത്രേ പോകുന്നുള്ളൂ. പിന്നെ റോവർ വന്നിട്ടുണ്ടല്ലോ, റോവറിന്റെ സഹായം കൂടെ നമ്മൾ എടുത്തിട്ട് എന്താന്ന് വെച്ചാൽ നമുക്ക് അപ്പം പിന്നെ ഓപ്പറേഷൻ അല്ലേ, നമുക്കിപ്പം ഒന്നും കണ്ടു പറയാൻ പറ്റില്ല. അതനുസരിച്ച് നമ്മൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ടണൽ മുഖങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും ഓപ്പണിംഗിൽ നിന്ന് നമ്മൾ ശ്രമം നടത്തുന്നുണ്ടോ? മാൻഹോളിന്റെ ഓപ്പണിംഗിൽ നിന്നുമല്ലോ. മാൻഹോളിന്റെ ഓപ്പണിംഗ് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം ഫയറിന്റെ അവരുടെ നിഗമനം അനുസരിച്ചിട്ട് അവിടെ ഒരു 40 മീറ്റർ കഴിഞ്ഞ് ചെളിയാണ്. അപ്പൊ അങ്ങോട്ട് പോകാൻ ചാൻസ് ഇല്ല, അപ്പുറത്ത് പോകില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം ഇതുവരെ. അപ്പം അങ്ങോട്ട് പോകുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഇപ്പൊ എനിക്ക് തോന്നുന്നത്. ആദ്യം ഇവിടെ നോക്കിയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. അത്തരത്തിൽ അവർ കൃത്യമായി ആ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. പ്രതീക്ഷ ആ വിവരങ്ങൾ അവർ കൃത്യമായി പങ്കുവയ്ക്കുന്നുണ്ട്. അവർ പറയുന്നത് ആദ്യത്തെ പ്രഥമ പരിഗണന നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ പ്രധാനപ്പെട്ട ആമയിഴഞ്ചാൻ തോടിന്റെ ആ ടണൽ മുഖത്ത് ഇറങ്ങി അതിനുള്ളിലേക്ക് കടന്ന് അതിനുള്ളിലെ മാലിന്യം പരമാവധി പുറത്തേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അവർ പരമാവധി ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അവിടെ കടക്കാൻ പറ്റുന്നത്, അതായത് ഇത് വിദഗ്ധ സംഘമാണ്, പരിശീലനം അടക്കം ലഭിച്ച സംഘമാണ് ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ ഈ സംഘാംഗങ്ങൾ. അവരിൽ ചില സേനാംഗങ്ങളെ അതിനുള്ളിലേക്ക് കടത്തി ഒപ്പം ഈ ജെൻ റോബോട്ടിക്സിന്റെ ആ യന്ത്രം കൂടി, ആ മെഷീന്റെ കൂടി സഹായത്തോടു കൂടി ആ മാലിന്യം പരമാവധി പിക്ക് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ള കാര്യമാണ് അവർ ആദ്യം ആലോചിക്കുന്നതെന്നാണ് അവർ തന്നെ പറയുന്നത്. ജോയി, പരമാവധി ഇതിനുള്ളിൽ തന്നെ കുടുങ്ങാനുള്ള സാധ്യതയാണ് അവരുടെ പ്രാഥമിക വിലയിരുത്തലിലുള്ളതെന്നാണ് അവരുടെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്താണെങ്കിലും സംഘാംഗങ്ങൾ റെഡിയാണ്. അവർ അവരുടെ മറ്റു സംവിധാനങ്ങളും ഒക്കെയായി അങ്ങോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. ഇവിടെ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു, ഒരു 40 മീറ്റർ ദൂരം, ആ 40 മീറ്ററാണ് ഒരു നിർണായകമായ ഒരു ദൂരം എന്ന് പറയുന്നത്. ആ ടണലിനുള്ളിലെ 40 മീറ്റർ ദൂരം, ആ 40 മീറ്ററിൽ ഇറങ്ങി അതിനകത്തേക്ക് പ്രവേശിച്ച് അവിടെ നിന്ന് ഈ മാലിന്യം നീക്കി അതിനകത്തുകൂടിയുള്ള ഒഴുക്ക് അത് സുഗമമാക്കി അതിനകത്തേക്കൊന്ന് പ്രവേശിച്ചൊരു പരിശോധന എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് ഒരു ജോയിന്റ് ഓപ്പറേഷൻ, അത് തങ്ങൾ മാത്രമല്ല എന്നവർ വ്യക്തമാക്കുന്നുണ്ട്. ജോയിന്റ് ഓപ്പറേഷനാണ്. അതിന് സ്കൂബ സംഘം ഉണ്ടാകും, അതുപോലെ ഫയർഫോഴ്സിന്റെ സേനാംഗങ്ങൾ ഉണ്ടാകും. അത്തരത്തിലൊരു ജോയിന്റ് ഓപ്പറേഷൻ എന്ന് അവർ ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. അതിന് അവർ സജ്ജവുമാണ്. ഇപ്പോൾ കാണുന്നത് ഈ സംഘാംഗങ്ങൾ അതിനകത്തേക്ക്, അതായത് ഈ ആമയിഴഞ്ചാൻ തോട്ടിലെ ടണൽ മുഖത്തേക്ക് പോവുകയാണ്. ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ സ്റ്റേയും മറ്റുമൊക്കെ ഒരുക്കിയിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്ക് സമയനഷ്ടം ഉണ്ടാകില്ല ഈ സമയത്ത് എന്നുള്ളതാണ്. എന്താണെങ്കിലും അവർ ഈ സ്ഥലത്തേക്ക് എത്തി. അടുത്ത നിമിഷം തന്നെ അവർ ഇതിനകത്തേക്ക് ഇറങ്ങാൻ, അതായത് ആമയിഴഞ്ചാൻ തോട്ടിലേക്ക് ഇന്നത്തെ രക്ഷാദൌത്യത്തിന്റെ തെരച്ചിലിനായി NDRF സംഘം എത്തുകയാണ്. ഇനി NDRF സംഘത്തിന്റെയും ഒപ്പം സ്കൂബ ഡൈവേഴ്സിന്റെയും ഫയർ സേഫ്റ്റി വിഭാഗത്തിന്റെയും ജെൻ റോബോട്ടിക്സിന്റെ ഉപകരണങ്ങളുടെയും സാധ്യതയോടുകൂടി അങ്ങനെ ഒരു സംയുക്ത തെരച്ചിലാണ് ഇന്ന് നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്നലെ രാത്രിയിലും അത്തരത്തിലുള്ള പരിശോധനകൾ നടന്നെങ്കിലും ഇന്ന് ഈ ടണൽ മുഖത്തെ മാലിന്യങ്ങൾ നീക്കുന്നതിനാണ് പ്രഥമ പരിഗണന എന്ന് NDRF പറയുന്നു. അതിനുശേഷം ഈ ടണലിനുള്ളിലേക്ക് കടന്ന് ഏതാണ്ട് ഒരു 40 മീറ്റർ കടന്നിട്ടുണ്ട് ഇന്നലെ തന്നെ സ്കൂബ ഡൈവേഴ്സ്. അതിനപ്പുറത്തേക്ക് ഒരു 40 മീറ്ററിനുള്ളിൽ ജോയിയെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ രക്ഷാദൌത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സംഘം.